എൻ്റെ കോഴികളുടെ വീഡിയോ അല്ലേ നിങ്ങൾ എപ്പോഴും കാണാറ്? ഈ പ്രാവശ്യം നമുക്കത് മാറ്റി പിടിച്ചാലോ? ഇന്ന് നമുക്കൊരു കുഞ്ഞ് കാട ഫാമിലേക്ക് പോവാം. കുഞ്ഞെന്ന് പറഞ്ഞാൽ ഒരുപാട് കുഞ്ഞൊന്നല്ല കേട്ടോ. ഇതാണ് ശേഖരേട്ടൻ്റെ കാട ഫാം. ഇവിടെ കാടകളെയും പിന്നെ അതുപോലെ കുറച്ച് കോഴികളെയും ശേഖരേട്ടൻ വളർത്തുന്നുണ്ടേ. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു ആവശ്യത്തിന് വന്നതായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും വന്നതല്ലേ, അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്നുള്ളത്. കാടേനെ വളർത്താൻ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ തീറ്റ ചെലവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചതാണ്. കാരണം ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് കാടേനെ വളർത്തുന്നത് നഷ്ടമാണ്, പിന്നെ കുറച്ച് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് വൻ ലാഭമാണെന്നുള്ളതും. എന്താണ് സത്യാവസ്ഥ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പം ഈ ഒരു വീഡിയോ കാട വളർത്തുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങളുടെ അഭിപ്രായം കാടേനെ വളർത്തുന്നത് ലാഭമാണോ നഷ്ടമാണോ നല്ലതാണോ എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത്രയും കാടകളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. ഈ കാടകളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് നിലത്താണ്, കൂട്ടിലല്ല. നിലത്ത് അറക്കപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തീറ്റപ്പാത്രം, വെള്ളപ്പാത്രം എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് കാടകളുണ്ട്. 2000-ന്റെ മുകളിൽ കാടകളെ ഇവിടെ വളർത്തുന്നുണ്ട് ശേഖരേട്ടന്. അതിന് പുറമെ കുറച്ച് കോഴികളെയും വളർത്തുന്നുണ്ട്. കോഴികൾ ഒരുപാടൊന്നുമില്ല, ആവശ്യത്തിന് മാത്രം. അതിലൊരു സെറ്റ് കോഴിയാണിത് ഈ കാണുന്നത്, സൊണാലി. ഇവരെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ, കാരണം മുന്നേ ഞാൻ ഇവരെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല നമുക്ക് ഈ അടുത്ത് വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ സൊണാലി കോഴിക്കുഞ്ഞുങ്ങളാണ്. അവർക്ക് ഇന്നേക്ക് 22 ദിവസം പൂർത്തിയായിട്ടുണ്ട്. അപ്പം അവർ വളർന്ന് വലുതായതാ കാണാൻ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഇത് പെടക്കോഴിയും പൂവൻകോഴിയും കാണാൻ നല്ല ഭംഗിയാണ്. കാണുമ്പോൾ നമുക്ക് ഒരു നാടൻ കോഴികളെ പോലെയൊക്കെ തോന്നും, പക്ഷേ നാടനല്ല. അതുപോലെ തന്നെ ഇവരുടെ ഇറച്ചിക്കും നാടൻ കോഴീൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നല്ല ബ്രീഡാണ് കേട്ടോ, നന്നായിട്ട് മുട്ട കിട്ടും. അപ്പം അവരവിടെ നിൽക്കട്ടെ, ഞാൻ ഫാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ശരിക്കും ഒരു കാട ഫാം അല്ലേ, ഇതൊരു ബ്രോയിലർ കോയിനെ വളർത്തുന്ന ഫാമായിരുന്നു. ശേഖരേട്ടന് മുന്നേ ബ്രോയിലർ കോയിനായിരുന്നേ വളർത്തിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വർഷങ്ങളോളം അതിനെ വളർത്തി. പിന്നെ അത് മൊത്തത്തിൽ ഒഴിവാക്കിയതിന് ശേഷമാണ് പുള്ളിക്കാരന് ഈ ഒരു കാട വളർത്തലിലേക്ക് വന്നത്. നമുക്കൊക്കെ കോഴിപ്രാന്ത് എന്ന് പറഞ്ഞതിൻ്റെ മാതിരി പുള്ളിക്കാരന് ഈ ഒരു കാട എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ് ആണ്. അത് വിട്ടിട്ട് പുള്ളിക്കാരൻ ഒരു കളിയില്ല കേട്ടോ. പക്ഷേ സൈഡിൽ കൂടെ ഇതുപോലെ കുറച്ച് കോഴികളെയും പുള്ളിക്കാരൻ വളർത്തുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല കോഴികൾ, പക്ഷേ ഏറ്റവും കൂടുതലുള്ളത് കാടയാണ്. കാടകളെ വളർത്തിയിട്ട് മാസത്തിൽ നല്ലൊരു വരുമാനം ശേഖരേട്ടന് കിട്ടുന്നുണ്ട്. കാടമുട്ട മാത്രമല്ല കാടേനെയും ശേഖരേട്ടൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ ഈ കാണുന്ന കോഴികളില്ലേ, അതിൻ്റെ കോഴിമുട്ടയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ശേഖരേട്ടൻ പറയുന്ന ഒരു കാര്യം, കാടകളെ നമുക്ക് വളർത്തിയാൽ ലാഭം കിട്ടണമെങ്കിൽ നമ്മളെടുത്ത് സ്വന്തമായിട്ടൊരു ഇൻക്യുബേറ്റർ വേണമെന്നാണ്. നമ്മൾ സ്വന്തമായിട്ട് ഇൻക്യുബേറ്റർ ഉണ്ടെങ്കിൽ ഈ ഒരു കാടമുട്ട ഉപയോഗിച്ച് നമുക്ക് വിരിയിച്ചെടുത്താൽ അതാണ് ലാഭം. അല്ലാതെ പുറമെ നിന്ന് കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് കൊണ്ടിട്ട് വളർത്തുന്നത് അതിൽ വലിയ ലാഭമില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇതാണ് ശേഖരേട്ടൻ്റെ ഫാമിലുള്ള ഇൻക്യുബേറ്റർ. ഈ ഒരു ഇൻക്യുബേറ്റർ ഉപയോഗിച്ചിട്ടാണ് കാടക്കുഞ്ഞുങ്ങളെയും അതുപോലെ കോഴിക്കുഞ്ഞുങ്ങളെയും ശേഖരേട്ടൻ വിരിയിച്ചെടുക്കുന്നത്. ഇതിൽ കാടമുട്ടയാണെങ്കിൽ 3000 കാടമുട്ട വയ്ക്കാം, അതുപോലെ കോഴിമുട്ടയാണെങ്കിൽ 1000 കോഴിമുട്ട കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. ഇത് 2 എണ്ണം ഉണ്ട്. ഇപ്പോൾ ഇതിനെന്തോ ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പം നന്നാക്കാൻ ആളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് പൂർണ്ണമായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ സാധാ ഇൻക്യുബേറ്ററിൽ നിന്നും കുറച്ചൊരു മാറ്റം ഉണ്ട് കേട്ടോ. ഉള്ളിൽ ഫാനും കാര്യങ്ങളുണ്ട്, അതുപോലെ ബൾബ്, വെള്ളം വെച്ച് കൊടുക്കണം, ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. പക്ഷേ കോഴിമുട്ട വെച്ച് കൊടുക്കുന്നതിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഉള്ളിൽ ഒരുപാട് ട്രേകൾ കാണാം. നമ്മൾ വേറൊരു ട്രേയിൽ കോഴിമുട്ട വെച്ചിട്ട് ആ ഒരു ട്രേയിൽ സെറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഇത് മുട്ട ഇങ്ങനെ ഓട്ടോമാറ്റിക് ആണിത്. ഇങ്ങനെ ജസ്റ്റ് ട്രേ ഫ്രണ്ടിലോട്ട് ചെരിയും, പിന്നെ ബാക്കിലോട്ട് ചെരിയും. അപ്പം ഇതാണ് ഇൻക്യുബേറ്റർ. ഇത്രയും വലിയൊരു ഇൻക്യുബേറ്റർ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ളത് കണ്ടില്ലേ, അതാണ് ട്രേ. ഈ ഒരു ട്രേയിലാണ് നമ്മൾ കോഴിമുട്ടയും അതുപോലെ കാടമുട്ടയും സെറ്റ് ചെയ്യേണ്ടത്. കാടമുട്ടയും കോഴിമുട്ടയും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് സെറ്റ് ചെയ്ത് കാണിച്ചു തരണമെങ്കിൽ ആ ഒരു മിഷന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. പക്ഷേ എങ്ങനെയാണ് ട്രേ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് ശേഖരേട്ടൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ 2 ട്രേ എടുത്തിട്ട് ആ ഒരു വലിയ ട്രേയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൽ കോഴിമുട്ട വെക്കണം കേട്ടോ. നമ്മളിപ്പോൾ തൽക്കാലം അത് വെച്ചിട്ടില്ല. എന്നിട്ട് ഇതുപോലെ ആ ഒരു ഇൻക്യുബേറ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്തും ഒരുപാട് ട്രേ ഉണ്ട്. അതിലൊരു ട്രേയിലേക്ക് നമ്മൾ ഈ ഒരു കോഴിമുട്ട സെറ്റ് ചെയ്ത ട്രേ ഫിറ്റ് ചെയ്യുക. അതുപോലെ എല്ലാ ട്രേയും കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ബൾബ് കത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, അതുപോലെ വെള്ളം അതെല്ലാം നോക്കുക. പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ, കാരണം ഇത് ഫുൾ ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് പ്രത്യേകിച്ചൊന്നും പണിയില്ല, ബൾബും വെള്ളവും മാത്രം നോക്കിയാൽ മതി. ഇതുപോലെ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് 1000 കണക്കിന് കാടക്കുഞ്ഞുങ്ങളെയും അതുപോലെ കോഴിക്കുഞ്ഞുങ്ങളെയും വിരിയിച്ചിറക്കാൻ പറ്റുമേ. അപ്പം ഇവിടെ കൂടുതലായിട്ടും കാടക്കുഞ്ഞുങ്ങളാണുള്ളത്. കാടക്കുഞ്ഞുങ്ങളായിട്ട് കൊടുക്കാറില്ല, അവർ വലുതായിട്ട് അവരെ അങ്ങനെയാണ് സെയിൽ ചെയ്യാറ്. ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളെ ആവശ്യമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഈ ഒരു വിരിയിപ്പിക്കുന്ന സമയത്ത് അങ്ങനെ കൊടുക്കുന്നതാണ്. കൂടുതലായിട്ടും കാടമുട്ടകളാണ് കേട്ടോ സെയിലാവുന്നത്. കാടകൾ ആവശ്യക്കാർ വിളിക്കുന്ന സമയത്ത് അവർക്ക് സൈറ്റിലേക്ക്
എത്തിച്ചു കൊടുക്കുകയാണേ ചെയ്യുക. അപ്പോൾ അതാ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒന്ന് പറന്നു പോയി അതിനെ എങ്ങനെയൊക്കെയോ പിടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഇവർ കാണുന്നത് പോലെയല്ല, ഇവർ നല്ല ഹൈറ്റിൽ പറക്കും, പിന്നെ കുറച്ച് വീഴും, പിന്നെയും പറക്കും, അങ്ങനെയാണ്. ഇവിടെ ഒരുപാട് കാടകളുണ്ട്. ഇവരെ നിലത്തിട്ടിട്ടാണ് വളർത്തുന്നത്, അറക്കപ്പൊടിയൊക്കെ ഇട്ടിട്ട്. എനിക്കതിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഈ ഒരു കാടമുട്ട പെറുക്കിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നിട്ട് ഒരു ബക്കറ്റും കൊണ്ട് വേണം ഇത് പെറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ കാടകൾ ചവിട്ടുന്ന സമയത്ത് കാടമുട്ട പൊട്ടിപ്പോവാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ കുറേ ആളുകൾ കൂട്ടിലിട്ടിട്ട് വളർത്തുന്നുണ്ട്. കൂട്ടിലിടുമ്പം ആ ഒരു കാടമുട്ട ഇങ്ങനെ ഉരുണ്ട് താഴോട്ട് വീഴല്ലോ, അത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ കഴിയും. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് കൂട് മുഴുവനും നടന്ന് അങ്ങനെ പെറുക്കിയെടുക്കണം. ഞാൻ ചോദിച്ച സമയത്ത് ശേഖരേട്ടൻ പറഞ്ഞത് ഒരു 5 മണിയാകുമ്പം ഈ ഒരു ഫാമിലെത്തുന്നതാണ്. 5 മണിയാകുമ്പോൾ തൊട്ടിട്ട് കുറേ കാടമുട്ടകൾ പെറുക്കി വെക്കും. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഒരു ഉച്ചയ്ക്കാവുന്ന സമയത്ത് പിന്നെയും ഇതുപോലെ ബക്കറ്റ് കൊണ്ടുവന്നിട്ട് വീണ്ടും കുറേ പെറുക്കി വെക്കും. പിന്നെ രാത്രി പോകുന്നതിൻ്റെ മുന്നേ ആ ഒരു സമയത്തും കുറച്ച് പെറുക്കി വെക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവർക്ക് തീറ്റ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. തീറ്റിപ്പൊറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവർ തീറ്റ അല്ലാതെ വേറെ ഒരു ഫുഡും കഴിക്കില്ല കേട്ടോ. അപ്പോൾ കോഴികളാണെങ്കിൽ എനിക്ക് ഇതിലും കുറച്ചും കൂടി വളർത്താൻ സുഖമായിട്ട് തോന്നിയത് കോഴികളെയാണ്. അതുകൊണ്ടാണ് ഞാൻ കാടേനെ വളർത്തുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നേ കാടേനെ വളർത്താനായിട്ട്. പക്ഷേ ഇതുപോലെ തീറ്റേൻ്റെ ഒരു കാര്യം വരുന്ന സമയത്ത് നമുക്കൊരു മടുപ്പ് വരും. കോഴികളാണെങ്കിൽ ഇനിയിപ്പോൾ തീറ്റ ഇല്ലെങ്കിലും നമുക്ക് കുറച്ച് അരി വാരിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് കൊടുക്കാം. ഇനിയിപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ചോറ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഓഡിറ്റോറിയത്തിലൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ അവിടെ ഫുഡുകൾ ഉണ്ടാകും വേസ്റ്റ്, അപ്പോൾ അതൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് അത് കൊടുക്കാം. നമുക്ക് കോഴികളെ എങ്ങനെയും വളർത്താം, ഇലകൾ ഇട്ട് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ കാടേനെ നമുക്ക് അങ്ങനെ വളർത്താൻ പറ്റില്ല. അവർക്ക് തീറ്റ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുട്ട കിട്ടുള്ളൂ കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ കാടേനെ വളർത്താൻ അങ്ങനെ ഒരുപാട് സ്പേസിൻ്റെ ആവശ്യമില്ല. നമുക്ക് ചെറിയൊരു വരുമാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാടേനെ വളർത്താം. അതിപ്പോൾ 2000 കാട തന്നെ വേണമെന്നില്ല, 50 കാടയോ അല്ലെങ്കിൽ 100 കാടയോ നമ്മുടെ സ്പേസിനനുസരിച്ച് നമുക്ക് എത്ര എണ്ണത്തിനാണോ വളർത്താൻ പറ്റുക അത്രയും എണ്ണത്തിന് വളർത്തുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ മാർക്കറ്റിംഗ്, അതായത് ഇത് എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു മാർഗ്ഗങ്ങളൊക്കെ കണ്ടുവെക്കണം. അല്ലാതെ ഇതിനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്കിതിനെ സെയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഈ ഒരു കാട വളർത്തലിലേക്ക് വരിക. ഞാൻ കേട്ടിട്ടുണ്ട് കാടേനെ ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ പിടിച്ച് സെയിൽ ചെയ്യണം, അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് നഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്. നമുക്കിതിനെ വളർത്തിയിട്ട് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. എനിക്കിപ്പോൾ കാടേനെ പറ്റി പറഞ്ഞു തരാൻ എക്സ്പീരിയൻസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് കോഴീനെ പറ്റി പറഞ്ഞു തരാൻ എക്സ്പീരിയൻസ് ഉണ്ട് എന്നല്ല കേട്ടോ. നമുക്ക് കോഴീനെ വളർത്തുന്നത് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാലോ, പക്ഷേ കാടേനെ പറ്റി അങ്ങനെ കൂടുതലൊന്നും അറിയില്ല കേട്ടോ. പിന്നെ അവർക്ക് കേട്ടിട്ടുണ്ട് അതുപോലെ ഫുഡ്, വെള്ളം അതൊന്നും ഒട്ടും ഇല്ലാതായി പോവരുത്, എപ്പോഴും അവർ ഫുഡ് കഴിച്ചും കൊണ്ടാണല്ലോ, അങ്ങനെയും കേട്ടിട്ടുണ്ട്. നിങ്ങൾ കാടേനെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ വളർത്തുന്നതിൻ്റെ മുന്നേ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് പഠിച്ചതിന് ശേഷം വേണം ആ ഒരു മേഖലയിലേക്ക് കടന്നു വരാനായിട്ട്. നിങ്ങൾ അറിവിൽ ആരെങ്കിലും കാടേനെയോ അല്ലെങ്കിൽ കോഴീനെയോ വളർത്തുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഫാമിൽ പോയി നോക്കുക. എന്നിട്ട് അവരോട് ചോദിക്കുക അവരുടെ അനുഭവങ്ങൾ, അവരെത്ര രൂപയ്ക്ക് തീറ്റ വാങ്ങുന്നുണ്ട്, അവർക്ക് കാടമുട്ട സെയിലായി പോകുന്നുണ്ടോ, കാടേനെ സെയിലായി പോകുന്നുണ്ടോ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ കാടയാണെങ്കിലും ജസ്റ്റ് ഒരു 10-25 എണ്ണത്തിന് മാത്രം വളർത്തി നോക്കുക. എന്നിട്ട് നിങ്ങളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ മാത്രം പതുക്കെ എണ്ണം കൂട്ടിയിട്ട് വരിക. അല്ലാതെ ഒറ്റയടിക്ക് നിങ്ങൾ പോയിട്ട് 100 എണ്ണത്തിനും 200 എണ്ണത്തിനും ഒന്നും വാങ്ങി വളർത്തരുതേ. ജസ്റ്റ് ഒന്ന് നോക്കുക എന്താണ് എന്നുള്ളത്. കാരണം കാടയ്ക്കൊക്കെ നമ്മൾ നന്നായിട്ട് തീറ്റ കൊടുത്തിട്ട് വേണം വളർത്താനായിട്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 21 ദിവസം ആ ഒരു പ്രായമാവുന്ന സമയത്താണ് അതിനെ പിടിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നുണ്ട്. കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംശയിച്ച് പറയുന്നത്. അപ്പം കാടേനെ വളർത്തുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടോ. കാരണം കാടേനെ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പം ചില ആളുകൾക്കൊന്നും ഈ ഡീറ്റെയിൽസ് കിട്ടില്ല, എവിടെ പോയി ചോദിക്കണം, എങ്ങനെ പോയി ചോദിക്കണം ഒന്നും അറിയാത്ത ആളുകളുണ്ടാവും. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല. വീഡിയോയിൽ കാണുമ്പം നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. ഇപ്പോൾ വെള്ളം കൊടുക്കുന്നത് കണ്ടാലും ഫുഡ് കൊടുക്കുന്നത് കണ്ടാലൊക്കെ നമുക്ക് ഭയങ്കര ഒരു രസമായിട്ട് തോന്നും. പക്ഷെ അത് നമ്മുടെ അനുഭവത്തിലേക്ക് വരുമ്പം അത് മാറും. അപ്പം അതൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് വേണം വളർത്താനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കോഴീനെ വളർത്താൻ കുറച്ചും കൂടി എളുപ്പമാണ് തീറ്റയുടെ കാര്യത്തിൽ കേട്ടോ. പക്ഷേ കാട ഇനി വേറെ എന്തോ തീറ്റകൾ തിന്നുമെന്നുള്ളതും അതറിയില്ല. അവർക്ക് എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ സ്റ്റാർട്ടറും പിന്നെ ക്വിൽമാഷും എന്തോന്ന് കൊടുക്കുക. അത് ക്വിൽമാഷ് കൊടുത്താലാന്ന് തോന്നുന്നു അവർ മുട്ടയിടാൻ നിർബന്ധമായിട്ടും തീറ്റ കൊടുക്കണം. തീറ്റ കൊടുത്തെങ്കിൽ മാത്രമേ അവർ മുട്ടയിടുള്ളൂ.
അതുപോലെ തീറ്റേൻ്റെ അളവ് കുറഞ്ഞാലും മുട്ടേൻ്റെ സൈസിനൊക്കെ മാറ്റം വരും കേട്ടോ. കാടമുട്ട ചെറുതായി പോവും. പിന്നെ കടയിൽ എനിക്ക് തോന്നുന്നു 2-3 രൂപയ്ക്കാണ് കടയിൽ കാടമുട്ട കിട്ടുന്നത്. അപ്പോൾ ഇവർ മാർക്കറ്റിൽ കൊടുക്കുന്ന സമയത്ത് 2.5 രൂപയ്ക്ക് എങ്ങാനാണ് കാടമുട്ട മാർക്കറ്റിൽ കൊടുക്കുന്നത്. അവർ 3 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ പുറമേ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് 3 രൂപയ്ക്കാണ് കിട്ടുക. പക്ഷേ ഈ കർഷകർ കടയിൽ കൊണ്ടു കൊടുക്കുന്നത് 2.5 രൂപയ്ക്കാണ്. അപ്പോൾ കോഴിമുട്ട ആണെങ്കിൽ നമുക്ക് 12 രൂപയ്ക്ക് സെയിൽ ചെയ്യാം, 10 രൂപയ്ക്ക് സെയിൽ ചെയ്യാം. പക്ഷേ കാടമുട്ട എന്ന് പറഞ്ഞാൽ ഒന്നിന് 2.5 രൂപയാണ് വെച്ചിട്ട് കിട്ടുക കേട്ടോ. അപ്പം അതും നമ്മൾ നോക്കണം. അപ്പോൾ അത്യാവശ്യം കാടമുട്ടയൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഇറങ്ങി വരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കോഴീനെ വളർത്തി നോക്കുക. പിന്നെ ഞാൻ ജസ്റ്റ് ഈ ഒരു ഫാമിൽ പോയത് കൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തെന്ന് മാത്രം കേട്ടോ, ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാനായിട്ട്. കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞില്ല, ഇത്രയും കാടകളെ ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ലേ. ഇവരെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ശേഖരേട്ടൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് തന്നെയാണ് കാടകളെ വളർത്തുന്നത്. പിന്നെ നിലത്തിട്ടത് കൊണ്ട് അറക്കപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതാണ് പ്രശ്നം, ഈ കാടമുട്ട പെറുക്കിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഊരയ്ക്ക് പണി കിട്ടും, അത്രയേ ഉള്ളൂ. ഹൈറ്റിലല്ലല്ലോ, ഇങ്ങനെ കുനിഞ്ഞിട്ട് വേണ്ടേ കാടമുട്ട എടുത്തിട്ട് ബക്കറ്റിലേക്ക് ഇടാനായിട്ട്. അതാണ് കേട്ടോ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. പിന്നെ ഇവർക്കും ഇതുപോലെ തന്നെ അറക്കപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അറക്കപ്പൊടിയാണ് കോഴികൾക്കായാലും കാടകൾക്കായാലും അറക്കപ്പൊടിയാണ് കേട്ടോ നല്ലത്. അതാകുമ്പോൾ പെട്ടെന്ന് ഈർപ്പം വലിച്ചെടുക്കും, കൂട് പെട്ടെന്ന് അഴുക്കാവില്ല കേട്ടോ. അവർക്ക് നന്നായിട്ട് ഓടി നടക്കാനും പറ്റും. പിന്നെ ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ ഓരോ സ്ഥലങ്ങളിലും ഓരോ പ്രായം അനുസരിച്ചുള്ള കാടകളെയാണ് കേട്ടോ. ഇത് വേറെ ഒരു സെറ്റാണ്. ഇങ്ങനെ ഒരുപാട് സെറ്റുകളുണ്ട്. പിന്നെ കോഴികൾ അങ്ങനെ ഒരുപാടൊന്നുമില്ല കേട്ടോ. സൊണാലി കോഴികളുണ്ട്, പിന്നെ അതുപോലെ ഗ്രാമശ്രീ ഉണ്ട്, പിന്നെ നേക്കഡ് നെക്കും ഉണ്ട്. ഈ 3 ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്ന സൊണാലി കോഴികൾ ഒരു 50 എണ്ണത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു. അതിൽ പൂവന്മാരെല്ലാം സെയിലാക്കിയിട്ടുണ്ട്. ഇനി 2 പൂവന്മാരേ ഉള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം പെടകളാണ്. ഇപ്പം ഇവരുടെ മുട്ടയാണ് സെയിൽ ചെയ്യുന്നത്. ഇത് സംഭവം നല്ല ബ്രീഡൊക്കെ തന്നെയാണ്, പക്ഷെ നമ്മളായിട്ട് ഇവർക്ക് ഒട്ടും ഇണക്കമില്ല. ഇപ്പം ഇവിടെ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിലും ഞാൻ ഫുഡും വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അവർ ഓടിയൊരു മൂലയിൽ പോയി നിൽക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ട്, ഇവരെന്തിനാ ഇങ്ങനെ ഓടിയൊരു മൂലയിൽ പോയി നിൽക്കുന്നത് എന്നുള്ളത്. കാരണം അവർ വിരിഞ്ഞിട്ട് ഒരു 10-22 ദിവസമായില്ലേ. ഈ 22 ദിവസമായിട്ടും അവരെന്നെ കാണുന്നുണ്ട്, എന്നിട്ടും അവർക്കൊരു പരിചയമില്ല. വെള്ളവും തീറ്റയും കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ. പിന്നെ അത് ഒരു ഇതാണ് കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ ചില കോഴിക്കുഞ്ഞുങ്ങളില്ലേ, ഈ വെള്ളമൊക്കെ കൂട്ടിൽ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് വെള്ളക്കുപ്പി വെക്കാനേ സമ്മതിക്കില്ല. അതിൻ്റെ മുന്നേ അവർ തുടങ്ങും കൊത്തുകൂടാനും കുടിക്കാനും വേണ്ടിയിട്ട്. ഇവർ പിന്നെ ഇങ്ങനെ മൂലയിൽ പോയി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല സമാധാനത്തിൽ തീറ്റയൊക്കെ വെച്ച് കൊടുത്ത് സമാധാനത്തിൽ ബോട്ടിലൊക്കെ വെച്ച് കയറൊക്കെ ഇട്ട് കെട്ടി കൂടൊക്കെ അടച്ചതിന് ശേഷമാണ് കേട്ടോ അവർ വന്നിട്ട് വെള്ളം കുടിക്കുക. എന്തിനൊരു സമാധാനം ഉണ്ട് അവർക്ക്. പക്ഷേ കൂടിൻ്റെ വാതിലെങ്ങാനും തുറന്നു പോയാൽ അന്നപ്പോൾ ഒരു പുറത്ത് ചാടും. അങ്ങനെ ഒരു ദുഷിച്ച സ്വഭാവം അവർക്കുണ്ട്. അങ്ങനെ ഇപ്പോൾ 2-3 പ്രാവശ്യം അവർ പുറത്ത് ചാടി. വലിയ കോഴികളോടൊക്കെ നല്ല 2 കൊത്തൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ശേഖരേട്ടന് മാസത്തിൽ നല്ലൊരു വരുമാനം ഈ ഒരു കാട വളർത്തലിലൂടെ കിട്ടുന്നുണ്ട്. ഈ ഒരു കാട വളർത്തലും കോഴി വളർത്തലും തന്നെയാണ് ശേഖരേട്ടനുള്ളത്. ശേഖരേട്ടൻ വേറെ ജോലികൾക്കൊന്നും പോകുന്നില്ല. അപ്പം ഇതാണ് ശേഖരേട്ടൻ്റെ വരുമാനം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാട വളർത്തലും അതുപോലെ കോഴി വളർത്തലും. പക്ഷേ സ്ഥല സൗകര്യങ്ങൾ വേണം. കുറച്ച് സ്ഥലത്തൊന്നും നമുക്കിത് തുടങ്ങാനേ പറ്റില്ല. പിന്നെ അയൽവാസികൾ, അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം നമ്മളിതിനെ വളർത്താനായിട്ട്. അപ്പം നല്ല സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇത് തുടങ്ങുക. പിന്നെ ഇതിനെ സെയിൽ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ അതും നമ്മൾ കണ്ടെത്തണം. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തൊരു പരിപാടി തുടങ്ങുകയാണെങ്കിലും അത് 4 ആൾ അറിയണം. അറിഞ്ഞില്ലെങ്കിലും നമ്മൾ അറിയിക്കണം. അതിലാണ് നമ്മുടെ വിജയം. ഈ കാടകളെ കാണുമ്പം എനിക്ക് ചെറുതായിട്ട് കാടേനെ വളർത്താനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ തൽക്കാലം ആ ഒരു സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. നമുക്ക് കാടയും കോഴിയും രണ്ടും കൂടി മുന്നോട്ട് പോവില്ല. തൽക്കാലം കോഴി മതി. മുന്നേ ഞാൻ താറാവിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ താറാവിനെ വളർത്തൽ അവിടെ സ്റ്റോപ്പ് ചെയ്തത്. താറാവും ഈ പറഞ്ഞതുപോലെ നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ ഒരു ഷെഡൊക്കെ കെട്ടി ഒരു കുളമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് താറാവിനെ അതിലിട്ട് വളർത്താം. പക്ഷേ താറാവും കോഴിയും കൂടി ആവുന്ന സമയത്ത് നമുക്ക് ഒട്ടും സമയം കിട്ടില്ല. അതും നമ്മൾ നോക്കണമല്ലോ. ഇതിൻ്റെ വഴിക്ക് മാത്രം നടന്നാൽ പോലെ വീട്ടിലെ കാര്യങ്ങളും കൂടി നോക്കണം. അപ്പോൾ രണ്ടും കൂടി സെറ്റ് ആവാത്തത് കൊണ്ടാണ് തൽക്കാലം താറാവിനെ അവിടെ സ്റ്റോപ്പാക്കി വെച്ചത്, കോഴീനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കാണുന്നത് ഗ്രാമശ്രീ കോഴികളാണ്, അതുപോലെ നേക്കഡ് നെക്കുണ്ട്. ഇതെല്ലാം ശേഖരേട്ടന് നമ്മുടെ കോഴിക്കോടുള്ള ഗവൺമെൻറ് പോൾട്രി ഫാമിൽ നിന്ന് വാങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളായിരുന്നു.
ഇതെല്ലാം അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറേ കോഴികൾ സെയിലായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗവൺമെൻറ് പോൾട്രി ഫാമിൽ നിന്ന് കോഴീനെ വാങ്ങുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. ഫാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അതുപോലെ വിളിച്ചാൽ കിട്ടുന്ന നമ്പറും ഞാനൊരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അവിടുന്ന് കോഴീനെ വാങ്ങി വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ നമ്പറിലൊന്ന് വിളിച്ച് നോക്കുക. ബുക്കിംഗ് നിർബന്ധമാണ്. വിളിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഇനത്തിൽപ്പെട്ട കോഴിയാണ് എത്ര എണ്ണം ആവശ്യമുള്ളത് വിളിച്ച് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്യുന്ന സമയത്ത് പൈസയൊന്നും കൊടുക്കണ്ട കേട്ടോ. അവിടെ നമ്മൾ വാങ്ങാൻ പോകുന്ന സമയത്ത് പൈസ കൊടുത്താൽ മതി. കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് റെഡി ആയാൽ അവർ നമ്മൾ കൊടുത്ത നമ്പറിലേക്ക് നമ്മളെ തിരിച്ച് വിളിക്കുന്നതാണ്. ആ ഒരു സമയത്ത് അവർ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പോയി വാങ്ങാവുന്നതാണ്. തലശ്ശേരി നാടൻ, ഗ്രാമശ്രീ, ഗ്രാമപ്രിയ, ബ്രഹ്മ, കരിങ്കോഴികൾ അങ്ങനെ പല ഇനത്തിൽപ്പെട്ട, അതായത് ഫാൻസി കോഴികളും ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏത് ഇനത്തിൽപ്പെട്ട കോഴികളെയാണോ ആവശ്യം നിങ്ങൾ വിളിച്ചിട്ട് ബുക്ക് ചെയ്യുക. പിന്നെ ബുക്കിംഗ് ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ വേണം നിങ്ങൾ അവർക്ക് കൊടുക്കാനായിട്ട്. അതായത് അവർ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ രണ്ടാമത് അവർ ആ ഒരു നമ്പറിലേക്ക് വിളിക്കില്ല കേട്ടോ. അപ്പം അതും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കോഴികൾ മാത്രമല്ല, അവിടെയും കാടേനെ കിട്ടും കേട്ടോ. കാടയും അതുപോലെ കാട കുഞ്ഞുങ്ങളും കാട മുട്ടയും കിട്ടും, അതുപോലെ കോഴിമുട്ടയും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ത് തന്നെയായാലും വിളിച്ചിട്ട് ബുക്ക് ചെയ്യുക. പിന്നെ ബുക്കിംഗ് ചെയ്താൽ ഒരു പക്ഷേ 2 മാസം അല്ലെങ്കിൽ 3 മാസം 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് അവർ വിളിക്കാറുണ്ട്. ഒരു 2 മാസമൊക്കെ കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ടും അവർ വിളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരിങ്ങോട്ട് വിളിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യരുതേ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വിളിച്ച് നോക്കുക. ഒരു പക്ഷേ അവരോട് മറന്നു പോയതായിരിക്കാം, അല്ലെങ്കിൽ വിളിച്ചിട്ട് കിട്ടാതായി പോയതായിരിക്കാം. കാരണം നമുക്കറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ജസ്റ്റ് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് നോക്കുക. ഫോണിൽ കൂടെ ബുക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെ ബുക്ക് ചെയ്യാം. ഇനി അടുത്തുള്ള ആളുകളാണെങ്കിൽ, അതായത് കോഴിക്കോടൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയിട്ടും ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.